Is that a good idea to buy gold right now? ഇനി 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സ്ത്രീകളാണെങ്കിൽ ഒന്നും കൂടി കരുതണം. കാരണം വെച്ചാൽ അവരുടെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ 72 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് തെറ്റിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ പ്രശ്നമുള്ളൂ. എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക ആസ് എ ജനറൽ ലേമാൻ as to whether this mutual fund is good to be invested? അല്ല, നമ്മളിപ്പോൾ ഒരു കോടി കൊണ്ട് ഒരു കമ്പനിയിൽ മാത്രം ഇട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇട്ട പൈസ മുഴുവൻ പോകും. ഏറ്റവും കൂടുതൽ ഒരു പൈസ കൊടുക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാനൊരു സീക്രട്ട് ചോദിക്കട്ടെ. ഇപ്പം നിഖിലിന്റെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണും? ലാൻഡ് വാങ്ങിയത് ചിലർ പറയാറില്ലേ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാണ് ഞാനിപ്പോൾ 1 കോടിക്ക് വിറ്റുന്നുള്ളത്. പക്ഷേ അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് വിൽക്കണമെന്നുള്ളത് പലരും കണക്കാക്കാറില്ല. വർക്കിംഗ് വിമൻ ആണ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ബേസിക്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്? അപ്പോൾ ഇപ്പോൾ 2024 സെപ്റ്റംബർ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ആക്ച്വൽ റിട്ടേൺ നമുക്ക് കിട്ടിയേക്കണത് ഏകദേശം ഒരു നെഗറ്റീവ് റിട്ടേൺ. അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ താഴെ പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണവരാണ് ശരിക്കും പൈസ ഉണ്ടാക്കുന്നത്. പലപ്പോഴും മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം. അപ്പോൾ ഇതിന്റെ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, അനലിറ്റിക്സിൽ കാണുന്നുണ്ട്. സോ പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, ആൻഡ് സോ ടുഡേ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഇന്നൊരു കറണ്ട് അഫയർ എപ്പിസോഡാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് ഇപ്പോൾ അത് റണ്ണിങ് ടോപ്പിക്കിനെ കുറിച്ച് ഒരു കോൺവെർസേഷൻ. ആൻഡ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു എക്സ്പേർട്ട് തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. പെൻറ്റാഡ് സെക്യൂരിറ്റീസ് CEO മിസ്റ്റർ നിഖിൽ ഗോപാലകൃഷ്ണൻ. വെൽക്കം നിഖിൽ. ഇതിന് മുമ്പ് I am ഷോയിൽ വന്നിട്ടുണ്ട്. ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് സ്പെസിഫിക്കലി about the subject of the expertise ഏരിയനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ദ കൈൻഡ് ഓഫ് ടർബുലൻസ് മാർക്കറ്റിൽ കാണുന്നതും ആൻഡ് ദ കൈൻഡ് ഓഫ് ആങ്സൈറ്റി സറൗണ്ടിങ് ദ മണി ഫ്ലോ ആൻഡ് എവറിഥിങ്. അയ്യോ, ന്യൂസ് പേപ്പർ തുറക്കുമ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് എന്താണെന്നുള്ളത് പേടിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ്. ഞാൻ PM-ന്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം, അഡ്രസ്സിനെ കുറിച്ച് പറയാം. അതിനകത്ത് ഗോൾഡ് വാങ്ങിക്കില്ലെന്ന് 1 വർഷത്തേക്ക് ഗോൾഡ് വാങ്ങിക്കുന്നത് നിർത്തിവെക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞത് അത് നമ്മൾ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് അല്ലേ? സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദാറ്റ് അഡ്രസ് ആൻഡ് വാട്ട് ഡു യു തിങ്ക് വി ഷുഡ് ഡു? ശരിക്കും നമ്മൾ ഗോൾഡ് വാങ്ങിക്കാതിരിക്കണോ? എനിക്ക് സത്യത്തിൽ ആ അനൗൺസ്മെന്റ് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ആണോ? നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞ് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ മതി പറഞ്ഞല്ലോ. നമ്മൾ വി ട്രൈ ടു മാനേജ് കട്ട് കോസ്റ്റ് അല്ലേ ചെയ്തില്ലേ? ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും നമുക്കറിയില്ല എത്ര കാലം ലോക്ക്ഡൗൺ. അപ്പോൾ ലോക്ക്ഡൗൺ ആണെന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ വീട്ടിൽ അരിയും പരിപ്പൊക്കെ ആയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചത്. മറ്റേ സോസേജും സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത് അല്ലേ? ആ സെയിം സിറ്റുവേഷൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് റിസർവ് ഉണ്ട്, ഏകദേശം വലിയ റിസർവ് ഉണ്ട്, $700 ബില്യൺ അടുത്തുണ്ട് നമുക്കുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് സ്റ്റേറ്റ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ എമർജിംഗ് കൺട്രി, നമ്മുടെ പണ്ടത്തെ സ്റ്റേറ്റും ഇപ്പോഴത്തെ സ്റ്റേറ്റും നോക്കണമെങ്കിൽ വി ആർ എ വെരി ഗുഡ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞ വലിയ റിച്ച് എന്നല്ല പറയുന്നത്, പണ്ടത്തെ കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മച്ച് ബെറ്റർ പൊസിഷൻ. പക്ഷേ ഇന്ത്യക്കുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമുക്കുള്ള ഡിപ്പെൻഡൻസി എന്താ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ഓയിൽ റിസർവ് ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ക്രൂഡ്, പെട്രോളിനും ഗ്യാസ്, LPG ഇല്ല. ഇതെല്ലാം 80-90% നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നത് ഡോളറിലാണ് വാങ്ങേണ്ടത്. അതോടൊപ്പം നമുക്ക് ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള സാധനം, ഫെർട്ടിലൈസേഴ്സ് നിർബന്ധമായിട്ടുള്ള സാധനം, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് ഫെർട്ടിലൈസർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫാർമറല്ലാന്ന്. പക്ഷേ ഈ ഫാർമേഴ്സ് പച്ചക്കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എസെൻഷ്യൽ സാധനങ്ങൾ. ഈ എസെൻഷ്യൽ സാധനങ്ങളൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഇനി ഡോളർ കൊടുക്കുന്ന വേറെ കുറേ സാധനങ്ങളുണ്ട്, നോൺ എസെൻഷ്യൽ സാധനങ്ങൾ. അതിലാണ് ഈ ഗോൾഡും സിൽവറും ഇതെല്ലാം. കാരണം നമുക്ക് ഇവിടെ മൈൻഡ് ചെയ്തെടുക്കണില്ല, അതും പുറത്തുനിന്ന് തന്നെ വാങ്ങണം. അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് $72 ബില്യൺ ഒക്കെയാണ് ഒരു വർഷം കൊടുക്കണത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്നിലുള്ള ഒരു അജണ്ട. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും ഡോളർ പുറത്ത് പോകുന്നത് കുറയും, റുപ്പി കുറയണത്, റുപ്പിയുടെ വാല്യൂ കുറയണത് കുറയും, അത്രയും കുറയും. അല്ലാണ്ട് ഇതുകൊണ്ട് രക്ഷപ്പെടുന്നല്ല പറയണത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടിജൻസി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസസ് ഒരു ലേമൻ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഗോൾഡ് വാങ്ങിക്കുന്നത്? ഇതുപോലെ ഒരു കറണ്ട് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഒരു ഹെഡ്ജ് എന്ന നിലയ്ക്ക്, ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കാണല്ലോ നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത്. അങ്ങനെയല്ല സാധാരണക്കാർ വാങ്ങണത്. ഇത് വാങ്ങണത് ശരിയാണ്. ശരിക്കും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, ഹെഡ്ജായിട്ടല്ല വാങ്ങണത്. നമ്മൾ വാങ്ങണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും വാങ്ങണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഗോൾഡിൻ്റെ വില കൂടി. അപ്പോൾ എനിക്ക് അന്ന് വാങ്ങാൻ പറ്റില്ല, അപ്പോൾ ഇപ്പോൾ വാങ്ങണം. അപ്പോൾ ഇത് ഇനി ഈ ലെവലിൽ പോകുന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ ഗോൾഡ് വാങ്ങണത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ് മോളം 100 പവനോ 200 പവനോ വെച്ച് കൊടുക്കണം എന്നുള്ളത്. നോ ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയല്ലേ, പറയണല്ല. 2 കുട്ടികൾ മരിച്ചതാണ്. ഇന്നിപ്പം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 കുട്ടികൾ ഡൗറി ഡെത്ത്സ് ആണ്. അന്ന് പെൺകുട്ടികളും എല്ലാ പേരൻസിനോടും പോയി ഒരു സർവേ നടത്ത് ഈ അയാമിൽ എത്ര പേര് നിങ്ങൾ ഗോൾഡ് കൊടുക്കുന്നുള്ളത്. അതിൽ എനിക്കറിഞ്ഞൂടാ, ഇത് പുറത്ത് പറയണതും അവർ ആക്ച്വലി ചെയ്യണതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന 100 കല്യാണത്തിൻ്റെ സാമ്പിൾ എടുത്ത് നോക്ക്. അതിൽ ഞാൻ പറയുന്നു 75% ഗോൾഡ് നല്ലൊരു സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റിയാണ് പോകുന്നത് അല്ലേ? നമ്മൾ ഞാൻ റിയാലിറ്റിയാണ് പറഞ്ഞത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇല്ലീഗൽ ആണെങ്കിലും ഡൗറി കൊടുക്കുക, ഒരു ഇല്ലീഗൽ ഡൗറി ആരും പറഞ്ഞില്ല, ഗിഫ്റ്റ് എന്നല്ലേ പറയുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നത് ക്യാൻ ബി റെഡ്യൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മുന്നിലുള്ള ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ശരിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഗോൾഡിൻ്റെ വില കൂടാൻ കാരണം എന്താണ്? ഇപ്പോൾ ഇങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വരുന്ന സമയത്ത് വളരെ സാധാരണ കേസിൽ നമുക്ക് നാട്ടിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം നമുക്ക് ഒരു രാജ്യങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ ഈസി ആയിട്ട് പൈസ കിട്ടുന്ന ഉറപ്പുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ കൂടുതലും സെൻട്രൽ ബാങ്കുകളുടെ അടുത്തൊക്കെ പൈസ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യം എന്താണ്? അവർക്ക് ഹെഡ്ജ് ചെയ്യണം. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊട്ടക്ഷനൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സേഫർ അസറ്റ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ US ട്രഷറി ബോണ്ട്, US-ൻ്റെ ബോണ്ട് US ഗവൺമെൻറ് ഇറക്കണ കടപ്പത്രങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ കടപ്പത്രത്തിന് ഡിമാൻഡ് കൂടുതൽ, കാരണം അതിന് 4% കൂടുതൽ റേറ്റ് ഉണ്ട്. അത് പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ സേഫർ അസറ്റിലേക്ക് പോകുമ്പോഴാണ് ഗോൾഡിൻ്റെയും വില കൂടുന്നത്. അപ്പോൾ ഈ വില കൂടുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് കാണുന്ന കാര്യം തന്നെ, അയ്യോ എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് ഞാൻ സ്റ്റോക്ക് ആരോ പറഞ്ഞിട്ടും ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് മ്യൂച്വൽ ഫണ്ടിൽ കുറേ നാളായിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് അത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇറങ്ങിയേക്കണത് ഗോൾഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പലരും ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ETF എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ് ഇപ്പോൾ നോക്കുമ്പോൾ 60%, 70% ഒക്കെയാണ്. അപ്പോൾ എന്നാൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ചിലപ്പോൾ 1 കോടിക്ക് വാങ്ങിയിട്ടുണ്ടാവും, അത് -9% ആണ്. അപ്പോൾ ചോദിക്കും അയ്യോ ഗോൾഡാണ് ഇതിനേക്കാളും നല്ലത്. അപ്പോൾ ഐ വാണ്ട് ടു റഷ് ഇൻ ടു ഗോൾഡ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ കുഴപ്പം എന്താണ്? ഗോൾഡ് കൂടുതൽ ഇന്ത്യയിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോളറിൽ പൈസ കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടിയും ഡോളറിൻ്റെ വില കൂടും. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് PM അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നൊരു വീട്ടിലെ കാർന്നവർ പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ നല്ലതല്ലേ, നോൺ എസെൻഷ്യൽ അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്ക് നല്ല. സോ നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് ദാറ്റ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ നമ്മൾ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ദ സിറ്റുവേഷൻ ദാറ്റ്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. എന്നാലും തന്നെ ഗോൾഡിൻ്റെ ഒരു വാല്യൂ എന്ന നിലയ്ക്ക് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദാറ്റ് എ ഗുഡ് ഐഡിയ ടു ബൈ ഗോൾഡ് റൈറ്റ് നൗ? അടുത്ത ഒരു 5 വർഷത്തേക്ക് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ കല്യാണോ വേറെ ഒന്നും കാര്യമല്ല ചോദിക്കുന്നത്. അല്ല, ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ 5 years, എസ്പെഷ്യലി നാഷണൽ ഇൻട്രസ്റ്റ് ഇന്ത്യയിലത്തെ പറഞ്ഞ സ്ഥിതിക്കാണെന്നുണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഗോൾഡ് വാങ്ങണമെന്നുള്ളതിന് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ, അത് എൻ്റെ മൊത്തം സ്വത്തിൽ എത്ര ശതമാനമാണ്. അപ്പോൾ എൻ്റെ മൊത്തം ശതമാനത്തിൽ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു 10% വരെയും ഗോൾഡ് ആവണമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഗോൾഡ് ഉണ്ട്, എൻ്റെ മൊത്തം നെറ്റ് വർത്തിൽ ഗോൾഡ് എനിക്കിപ്പോൾ ഒരു 30%, 50% ആണെങ്കിൽ ഫർദർ ഗോൾഡ് വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ പല വീടുകളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീട്ടിലും ചിലപ്പോൾ എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കപ്പിളിന് മിക്കവാറും ഒരു 50 പവനോ 100 പവനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ 100 പവൻ എന്ന് പറഞ്ഞാൽ തന്നെ 1 കോടിക്ക് മേലെ. അപ്പോൾ അവരുടെ മറ്റുള്ള നോൺ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാവരുടെയും കൂടിയിട്ട് അതൊരു 1.5 കോടിയൊക്കെ മൊത്തം ഉള്ളെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 75% ഇരിക്കുന്നത്
ഗോൾഡിലാണ്. ദെൻ നോ നീഡ് ടു ഫർദർ ആഡ്. ദാറ്റ് ഈസ് ഓൾറെഡി എ ലോട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹൗ ഹാസ് വാർ എഫക്റ്റഡ് ദ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ്? ഇപ്പം പെൻറ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി യു ഹാൻഡിൽ ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, റൈറ്റ്? മോസ്റ്റ്ലി മ്യൂച്വൽ ഫണ്ട്സ്. വി ഹാൻഡിൽ സ്റ്റോക്ക് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്. ഡയറക്റ്റ് സ്റ്റോക്ക് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. ആൻഡ് ഹൗ ഹാസ് ദിസ് വാർ എഫക്റ്റഡ് പുതിയ ആൾക്കാർ പുതിയത് വാങ്ങണമെന്നാണ്. മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റിനും എങ്ങനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ? റിട്ടേൺ പെർസ്പെക്റ്റീവ് ഈ ലാസ്റ്റ് 1 ഇയറിൽ ഏകദേശം ബ്രോഡർ വലിയ മാർക്കറ്റിൽ ഒരു 9% നെഗറ്റീവാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 91 രൂപ ഉള്ളൂ. പൈസ പോയിരിക്കണം. ഇത് ഇപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചറാണ്. ഇതിൻ്റെ നമ്മൾ എന്നും ഇന്നാണെങ്കിലും പണ്ടാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ലോങ് ടൈം ആണെന്ന് പറഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷമാണ് നമ്മളിപ്പോൾ ലോങ് ടൈം എന്ന് ഇപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇനി ഇപ്പോൾ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ 1 വർഷമാണ്. അപ്പോൾ ശരിക്കും ഇക്വിറ്റി മാർക്കറ്റിൽ വരികയാണെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഒരു 5 വർഷം കഴിഞ്ഞ് വേണ്ട പൈസ ഇത് ഇടാൻ പാടുള്ളൂ. ഇത് പറയുന്നതിൻ്റെ കാര്യം എന്തിനാണ്? ഇക്വിറ്റി ആസ് എൻ അസറ്റ് ക്ലാസ് ഓൾവേസ് ഹാവ് എ ഫ്ലക്ച്വേഷൻ. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് നമ്മൾ വാങ്ങുന്ന ടൈമിൽ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള കാര്യം വെച്ചാൽ വാങ്ങിയാണ് അടുത്ത വർഷം ചിലപ്പോൾ ഒരു 30% താഴെ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊന്നും സംഭവിക്കരുത്. ആ ഇൻറ്റൻഷനിലാണ് നമ്മൾ സാധനം വാങ്ങി വെച്ചേക്കുന്നത്. ഐഡിയലി സ്പീക്കിംഗ് ഇപ്പോൾ ഒരു 30% ഇറങ്ങണമെങ്കിൽ ഞാൻ സന്തോഷിക്കണം. കാരണം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങി, എനിക്ക് 70 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ എനിക്ക് 100ലേക്ക് എത്തിയാതെ പോലും എനിക്ക് ലാഭമായി. കാരണം അല്ലെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി എന്നിട്ട് 70 രൂപയായി. രണ്ടാമത് വാങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതൊരു 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 100 എത്തിക്കഴിഞ്ഞാൽ 3 വർഷത്തിൽ 0 റിട്ടേൺ. അതിന് പകരം ഞാനിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 100 രൂപ ഉള്ളപ്പോൾ പിന്നെ 70 രൂപ ഉള്ളപ്പോൾ പിന്നെയും 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ ആവറേജ് പ്രൈസ് 55 രൂപയായി. അപ്പോൾ തിരിച്ച് 100ലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ 15% എനിക്ക് ഗ്രോത്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇത് പലപ്പോഴും നമ്മുടെ വിഷയം പറഞ്ഞാൽ എനിക്കെന്ത് വേണമെന്ന് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ പറയണം എൻ്റെ മോളുടെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ മോളുടെ എഡ്യൂക്കേഷനാണ് അടുത്ത കൊല്ലോട് നടക്കണത്. എൻ്റെ അടുത്ത് ഇപ്പോൾ 1 കോടി രൂപയുണ്ട്. അപ്പോൾ 1 കോടി രൂപ വെറുതെ ഇരിക്കണ്ടല്ല, ഇക്വിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും വിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഉണ്ട് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വേണ്ട കരുതൽ പൈസ ഉണ്ടല്ലോ. അത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടോ ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പറമ്പ് വാങ്ങിക്കണ പോലെ നമ്മൾ ബ്രോക്കറെ അല്ലെങ്കിൽ ബയ്യറെ നമ്മൾ കണ്ടെത്തണ്ട. ഡിമാറ്റ് അക്കൗണ്ട് പ്രസ് ചെയ്താൽ മതി വിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റുമോ? അല്ല, വിൽക്കാൻ പറ്റും, പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ നഷ്ടമാവില്ല. അപ്പോൾ ഇത് മനസ്സിലാകാതെ പലരും ഈ കരുതൽ നിധി പോലും ഇവർ ഇക്വിറ്റി മാർക്കറ്റിൽ വയ്ക്കും. എന്നിട്ട് പൈസ ആവശ്യം വേണ്ട ടൈമിൽ എടുക്കാൻ പോകുമ്പോൾ തെറ്റാം. അപ്പോൾ നമ്മൾ ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് തെറ്റിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം താഴെ പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കലേ വേണ്ടത്. കാരണം എനിക്ക് 5 കൊല്ലം കഴിഞ്ഞ് വേണ്ട പൈസ, എനിക്ക് താഴെ പോയി കഴിഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം? ഈ ഫണ്ടമെൻ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത് മണി മാർക്കറ്റ്. എല്ലാ കാര്യങ്ങളും മറന്നുപോയി, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നിഖിൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട് എല്ലാ മാസം കൊടുക്കാൻ. ഈ SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ലംസമായിട്ട് ഇടുന്നതാണോ കറക്റ്റ്? ഇതിന്റെ കാര്യം പറഞ്ഞില്ല. SIP എന്ന് പറഞ്ഞാൽ മാസം ഓട്ടോമാറ്റിക്കലി EMI പോലെ. EMI കറക്റ്റ് ആയിട്ട് അറിയില്ല. എനിക്ക് ഇപ്പോഴും ക്ലയൻസ് ഉണ്ട്. എൻ്റെ ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇപ്പോഴും SIP EMI എന്ന് പറഞ്ഞത്. അപ്പോൾ ഓഫീസിൽ നമ്മൾ റിവ്യൂ കോളൊക്കെ എടുക്കുന്ന ടൈമിൽ ഇവർ റെക്കോർഡഡ് കോൾ കേൾക്കും. അപ്പോൾ എന്നിട്ട് ഈ പിള്ളേർ പറഞ്ഞത്, സാറേ EMI അല്ല SIP ആണ്. ഞാൻ പറഞ്ഞത് പഠിപ്പിക്കേണ്ട, ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ EMI എന്ന് പറഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ പക്ഷേ SIP എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ ബാങ്കിൽ നിന്ന് SIP മറ്റേ പൈസ ഡിഡക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ മാസം 1000 രൂപയാണ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ മാസം നമുക്ക് ഇൻകം കിട്ടുന്നു 10,000 കിട്ടുന്നു അല്ലെങ്കിൽ 15,000 കിട്ടുന്നു. അതിൽ നിന്ന് 1000 രൂപ മാറ്റി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ SIP തന്നെ നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ ഇപ്പോൾ 1 ലക്ഷം ഒരുമിച്ച് എനിക്ക് അടുത്ത ഇപ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ 1 ലക്ഷം മതി. അങ്ങനെയാണ് ലംസമായിട്ട് ഇടുന്നതിന് നല്ലത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എനിക്ക് 1 ലക്ഷം ഉണ്ട്, പക്ഷേ എനിക്ക്
അറ്റ്ലീസ്റ്റ് 50,000 രൂപ എപ്പോഴെങ്കിലും എടുക്കാൻ സ്വാതന്ത്ര്യം വേണം. ബാക്കി 50,000 രൂപ 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 50,000 രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അല്ലെങ്കിൽ ബാങ്കിൽ വേറെ ബാങ്കിൽ മാറ്റി വയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ള 50,000 രൂപ ഒരുമിച്ച് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലോട്ട് കണക്ക് തരുള്ളൂ. 1000 രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 10% വെച്ച് കൂടുന്നു. 1 ലക്ഷം രൂപ ഇട്ടാലും 10% വെച്ച് കൂടുന്നു. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ കയ്യിലിട്ട് 1000 രൂപ മാത്രം ഇട്ട് കഴിഞ്ഞാൽ 1000 രൂപയുടെ 10% കൊടുത്തുള്ളൂ. പക്ഷേ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ 10% കൂടി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മണി. അപ്പോൾ ഇതെല്ലാനും നമ്മുടെ അടുത്തുള്ള കാശ് അനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി യു ആർ ദ കിങ്, യു ആർ ദ ഡിസിഷൻ മേക്കർ. എന്ത് വേണം, എപ്പോൾ വേണം, ആ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളുടെ ഉപദേശം നോക്കി പോകാതിരിക്കുകയാണ്. ഈ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഏറ്റവും വലിയ കാര്യത്തിൽ ലോകത്തിൻ്റെ എല്ലാ കാര്യം നോക്കും. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ നോക്കില്ല. ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്, എൻ്റെ ആവശ്യം, അത് പലപ്പോഴും പലരും ചോദിക്കാറില്ല, ബാക്കിയെല്ലാം ചോദിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് വോളറ്റൈലാണ്, ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. യു എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം, അത് ഞാൻ എന്താണ് ചെയ്യുന്നത്? അല്ല, അതിന് ചോദിച്ചത് തനിക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം എന്നുള്ളതാണ് കാര്യം. അല്ലാതെ മാർക്കറ്റ് നമ്മളിപ്പോൾ പറയില്ല, ചില ടൈമിലൊക്കെ ജോക്കൊക്കെ കേൾക്കാറില്ല. എൻ്റെ വീട്ടിൽ ലോക കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭർത്താവ് നോക്കും. അമേരിക്കയിൽ എന്ത് നടക്കുന്നു, ട്രംപ് ഭരിക്കുമോ അതോ ഇനി, അതൊക്കെ എല്ലാവരും ഭർത്താവ് ഞാൻ തീരുമാനിക്കും. പക്ഷേ വീട്ടിൽ ചോറ് വയ്ക്കണോ ചപ്പാത്തി വയ്ക്കണോ എന്ന് ഭാര്യ തീരുമാനിക്കും അറിയില്ലേ. അതേമാതിരിയാണ് നമ്മുടെ ഈ സാധനം. നമുക്ക് കൺട്രോളുള്ള കാര്യം എന്താ? ആകെ വീട്ടിൽ ചപ്പാത്തിയാണോ ചോറാണെന്ന് മാത്രമേ നമുക്ക് കൺട്രോളുള്ളൂ. അപ്പം നമുക്ക് ഈ 1 ലക്ഷം കൊണ്ട് എന്ത് വേണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിൽ നമുക്ക് കൺട്രോളുള്ളൂ. അല്ലാണ്ട് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഞാൻ 1 ലക്ഷം തന്നെയുണ്ടോ 1 ലക്ഷം രൂപ, അപ്പോൾ എൻ്റെ മാർക്കറ്റ് മോളിലേക്ക് തന്നെ പോകണമെന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ കൺട്രോളില്ല. അത് നമ്മുടെ കൺട്രോളില്ല. ആകെ തന്നെയുടെ കൺട്രോൾ എന്താണ്? ആസ് എ പേഴ്സൺ ഈ 1 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിൽ വല്ല ബഫറുണ്ടോ? ഈ ആകെ മൊത്തത്തിൽ 1 ലക്ഷം ഉള്ളൂ, അല്ലെങ്കിൽ ഈ 1 ലക്ഷം രൂപ എനിക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് മതിയോ, അല്ലെങ്കിൽ അതല്ല എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണോ? അതനുസരിച്ചാണ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ദർ ആർ പ്ലെന്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ചിലപ്പോൾ എന്നോട് ചിലവഴിക്കും എന്തൊക്കെയാ പ്രോഡക്ട്സ് ഒന്നും ഒന്ന് എനിക്കറിയാം, മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള പേരെ പറയരുത്. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് അനുസരിച്ചാണ് മ്യൂച്വൽ ഫണ്ട് ഇരിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ ഡെറ്റ് ഫണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ മിക്സ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ട്, ഹൈബ്രിഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ ഗോൾഡ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ സിൽവർ ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, തൈവാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വെവ്വേറെ സാധനങ്ങളാണ്. ഇന്ത്യയിൽ ഏകദേശം 50 കൂടുതൽ കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ. ഈ 50 കമ്പനികൾ തന്നെ ഏകദേശം 2000 കൂടുതൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ അപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ആരെയും സഹായം ആവശ്യമില്ല, എനിക്ക് നേരെ കൊണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഫ് യു നോ ദാറ്റ് ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും വീഡിയോ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചില ടൈമിൽ എനിക്ക് വീഡിയോ പിടിക്കാൻ പോലും പേടിയാണ്. കാരണം വെച്ചാൽ ചില ടൈമിൽ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ മുഴുവൻ ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞത്. കാരണം ഞാൻ പറയണം മ്യൂച്വൽ ഫണ്ട് നല്ലതെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഏത് മ്യൂച്വൽ ഫണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി എനിക്ക് ആ കേൾക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അറിയോ. ആ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് എന്താണെന്നുള്ളൊരു ധാരണ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതാണ് പ്രൊഡക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രൊഡക്റ്റുകൾ പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ഫ്രം ബാങ്ക് അക്കൗണ്ട്, ക്യാഷ്, പിന്നെ ചിട്ടി, പിന്നെ ഇനി ഡെറ്റ് ഫണ്ടിൻ്റെ അകത്ത് തന്നെ 16 ടൈപ്പ് ഉണ്ട്. ഇക്വിറ്റി ഫണ്ടിൻ്റെ അകത്ത് വേറെ 16 ടൈപ്പ് ഡെറ്റ് ഫണ്ടുകളുണ്ട്. ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, ക്രെഡിറ്റ്, ഇഷ്ടം ഫ്ലോട്ടിങ്, അത്രയൊന്നും പറയണില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മണി ടോക്സിൽ ഈ 16 ഡിഫറെൻറ്റ് ടൈപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയിരുന്ന് കാണുക. നിഖിലിന്റെ ഒരു ചാനലുണ്ട് മണി ടോക്സ് വിത്ത് നിഖിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിലും കിടപ്പുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും നിഖിലിന്റെ ഇവിടെ ഒന്ന് പിടിച്ചില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ധന്യനെയും പോരടിപ്പിക്കും. അത്രയും ഇഷ്ടമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഈസിയർ ഓപ്ഷൻ നിഖിലിനെ പോലെ തന്നെ മാനേജേഴ്സ് ആരാണ് ഡെഫിനറ്റ്ലി അതൊരു ഓപ്ഷൻ. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് അറിയേണ്ട കാര്യത്തിൽ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഡെറ്റ് ഫണ്ട് വെച്ചാൽ കടപ്പത്രം. ഇതെങ്ങനെ തരംതിരിക്കാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനോ കോർപ്പറേറ്റിനോ പൈസ വേണം. അപ്പോൾ ആ പൈസ വേണ്ട ടൈമിൽ അവർക്ക് 3 വിധത്തിൽ പൈസ
ബ്രോഡ്ലി വേണമെങ്കിൽ 3 വിധത്തിൽ പൈസ വേണമെങ്കിൽ എടുക്കാം. ഒന്ന്, അവർക്ക് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാം. 2, അവർക്ക് ഒരു പാർട്ട്ണറെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് 1 കോടി രൂപ തായോ, ഞാൻ എത്ര ഷെയർ തരാം, എന്നിട്ട് യു ആർ എൻ ഓണർ. ആ ഓണർ ആയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ലാഭത്തിനും നഷ്ടത്തിനും അയാൾ റെസ്പോൺസിബിൾ ആണ്. നഷ്ടം വന്നു കഴിഞ്ഞാൽ 1 കോടി ഇട്ട് കഴിഞ്ഞാൽ 1 കോടി എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. എത്രയാണ് അന്നത്തെ വാല്യൂ അത് കിട്ടും. ലാഭമാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഷെയർ കിട്ടണം. കടപ്പത്രം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഒരു ഷെയർ പോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതിൽ പറയണമെന്ന് വെച്ചാൽ എല്ലാ മാസവും എല്ലാ വർഷവും അല്ലെങ്കിൽ ടൈം അനുസരിച്ചിട്ട് ഇത്ര രൂപ ഇൻട്രസ്റ്റ് ഞാൻ തന്നോളാം. അപ്പോൾ ഈ പറഞ്ഞ ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ ഗ്യാരണ്ടിയും കുറേ ഫോർമാലിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതാണെങ്കിൽ ബാങ്കിൽ കൊടുക്കണേക്കാളും കുറച്ചും കൂടി റേറ്റ് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് എല്ലാ വർഷവും 10% വെച്ച് തന്നോളാന്ന് പറഞ്ഞാൽ, അപ്പോൾ കമ്പനി ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ 10% കിട്ടും. ഇത് തന്നെയാണ് ഗവൺമെൻറ് ഇറക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിന് നാളെ ഇപ്പോൾ എപ്പോഴും ഗവൺമെൻറ്റിന് പൈസ ആവശ്യമാണല്ലോ. ഇപ്പോൾ പല പല കാര്യത്തിനും ഗവൺമെൻറ്റിന് പൈസ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയും അവർ ഗിൽറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കും. ഗവൺമെൻറ് പേപ്പേഴ്സ് ഗിൽറ്റ് ഫണ്ട് അതിനുണ്ട്. ഡെറ്റ് പേപ്പേഴ്സിൽ ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് അതൊക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നേച്ചർ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഇട്ടിട്ട് എനിക്ക് FD-നേക്കാളും കുറച്ചും കൂടി റേറ്റ് ഓഫ് റിട്ടേൺ ഇൻട്രസ്റ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബോണ്ട് പേപ്പേഴ്സിൽ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ബോണ്ട് പേപ്പേഴ്സ് ഇപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങാം. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, NCD എന്നൊക്കെ പറഞ്ഞിട്ട് കാണൂലേ, അതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഒരു കമ്പനിയുടെ മാത്രം വാങ്ങണ നിങ്ങളുടെ റിസ്ക് എന്താണ്? നമ്മളിപ്പോൾ ഒരു കോടി കൊണ്ട് ഒരു കമ്പനിയിൽ മാത്രം ഇട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇട്ട പൈസ മുഴുവൻ പോകും. അപ്പോൾ ആ കമ്പനി ഹെൽത്തി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് കിട്ടും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണം വെച്ചാൽ ഫണ്ട് മാനേജർ സ്റ്റഡി നടത്തിയിട്ട് അവരൊരു 100 അല്ലെങ്കിൽ 50ഓളം ഡിഫറെൻറ്റ് പേപ്പേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ലോക്കലുള്ള കമ്പനികളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മൾ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കമ്പനികൾ നല്ല റേറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആ കമ്പനി നന്നാവണമെന്നില്ല. നമ്മൾ വിചാരിക്കണം എത്ര കിട്ടും എന്നുള്ളതല്ല. ഇപ്പോൾ എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും എത്ര കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഫണ്ടമെന്റൽസ് അല്ല നോക്കുന്നത്, കമ്പനിയുടെ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും പറ്റത്തില്ല. ഇവൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പൈസ കൊടുക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അത് തിരിച്ച് കിട്ടണം. ആ പൈസ 1 കോടി ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ കിട്ടണം, ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ 10% പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ 6% ഉള്ളൂ, പക്ഷേ എനിക്ക് അപ്പുറത്ത് പോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 9% കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 9% ഇട്ടിട്ട് കിട്ടുമ്പോൾ ഞാൻ 1 കോടിയാണ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മുതൽ മൊത്തം കിട്ടണമെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം കിട്ടും. അതിനേക്കാളും വലിയ എപ്പോൾ വന്ന് ചോദിച്ചാൽ എനിക്ക് ആ 1 കോടി കിട്ടണം. ആ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ആ കമ്പനിക്ക്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഡെറ്റ് ഫണ്ടുകളിൽ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാനപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ കാറ്റഗറിയിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു എനിക്ക് തോന്നുന്നു എത്ര ലാർജ് ക്യാപ് മിഡ് ക്യാപ് അതൊക്കെ തന്നെയാണോ ഡിഫറൻസസ്. ഇക്വിറ്റി ഫണ്ട് പലപ്പോഴും ഇക്വിറ്റി എന്ന് പറയും. അപ്പോൾ ഇക്വിറ്റി നമ്മൾ നോക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള ഫണ്ട് നോക്കും. അപ്പോൾ ഇപ്പോൾ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ നമ്മുടെ ഒരു ക്ലയൻറ്റ്, അപ്പോൾ ആള് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ആൾക്ക് കിട്ടിക്കേണ്ട ഒരു പേഴ്സണേജ് ഇപ്പോൾ ശരിക്കും മാർക്കറ്റ് നെഗറ്റീവാണ്. എന്നിട്ടും പിന്നെ ആളുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ആയതിൻ്റെ പേരിൽ ഗോൾഡൊക്കെ ഉള്ള എൻ്റെ ഇപ്പോഴും പോസിറ്റീവ് റിട്ടേൺ ആണ്. പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ആസ് എ ക്ലയൻറ്റ് ഹി മേ നോട്ട് ബി ഹാപ്പി. കാരണം വെച്ചാൽ പുള്ളി ആയിരിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളിനോട് വേറെ ആൾ പറഞ്ഞേക്കുന്നത് ഒരു ഫണ്ടിൽ 26% റിട്ടേൺ ഉണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈസ് ട്രൂ. ഏതെങ്കിലും ഫണ്ടിന് നല്ല റിട്ടേൺ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പോയിട്ട് നമ്മൾ സിൽവറിൻ്റെ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേണാണ്. അപ്പോൾ പക്ഷേ ഇനി സിൽവർ അടുത്ത 2 കൊല്ലത്തേക്ക് സെയിം റിട്ടേൺ തരുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൾക്കൊരു ഫണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഫണ്ടിൽ 26% ഉണ്ട് സാറേ, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും 1 ലക്ഷം വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയാവും എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഞാനപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയാണ്, പക്ഷെ അടുത്ത കൊല്ലം കിട്ടുമെന്നുള്ള അറിയില്ല, മര്യാദയ്ക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ചെയ്യാം, അതാണ് നല്ലത്. സോ ഹി എഗ്രീഡ് ആൻഡ് ഹി ഡിഡ് ദാറ്റ് വേ. പക്ഷേ എത്ര പേര് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും? എല്ലാവരും എക്സ്പെക്ടേഷൻ എന്താണ്, ഒരു ഫണ്ടിൽ 26% കിട്ടി. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും ഒരു 2-3 വർഷം മുന്നേ സ്മോൾ ക്യാപ് കമ്പനികൾ, ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനികൾ, അതിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ വന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. ഇനി അത് കഴിഞ്ഞപ്പോൾ ചില സെക്ടറൽ ഫണ്ടുകളുണ്ട്, ഡിഫൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണത്, അങ്ങനെ ഒരിടയ്ക്ക് IT മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം
അതിന് ചിലപ്പോൾ ഒരു 100% റിട്ടേൺ ഉണ്ട് ഡിഫൻസ് ഫണ്ടിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ വിചാരിച്ചു അയ്യോ എനിക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ഇപ്പം ഇടണം എന്ന് പറഞ്ഞിടുമ്പോൾ അടുത്ത കൊല്ലം 100 കിട്ടണമെന്നില്ല, ചിലപ്പോൾ 100 ചിലപ്പോൾ 70 എത്തിക്കഴിഞ്ഞാൽ തന്നെ 30% എൻ്റെ പോയി. അപ്പോൾ സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഡിഫറെൻറ്റ്. പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല നമ്മൾ. അപ്പോൾ നിഖിലിന്റെ ജോലി പാർട്ട് ഓഫ് യുവർ ജോബ് ഇസ് ഓൾസോ പ്രെഡിക്റ്റിംഗ് വാട്ട് വിൽ കം അപ്പ് നെക്സ്റ്റ്. ഏതായിരിക്കും? No, I don't predict. You don't predict? I don't have, because എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എനിക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള സ്വയം ഒരു അറിവുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ജോലിയിൽ എനിക്കുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതാണ്. കാരണം എനിക്കിത് അറിയില്ല എന്നുള്ള അറിവാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവ്. കാരണം എല്ലാവർക്കും നിഖിൽ നിന്ന് അതാണ് അറിയണ്ടേ. ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് അടുത്ത വർഷം കിട്ടുമോ 2 വർഷം കഴിഞ്ഞിട്ട് എന്നുള്ള ചോദ്യമല്ലേ എല്ലാവരും ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഈ അറിവില്ലായ്മ വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ കഴിവ്. സീരിയസ്ലി. കാരണം വെച്ചാൽ നമുക്കുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ ഒക്കെ തന്നെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വാസ് എ ബിഗ് കമ്പോണന്റ് ഇൻ എവറി ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി ഗോൾഡ് സാച്ചുറേറ്റഡ് ആണോ? സാച്ചുറേറ്റഡ് ഒന്നുമല്ല. കാരണം ഇപ്പോൾ ഉള്ളത്തെ അവസ്ഥയിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളതിൻ്റെ പേരിൽ ഇറ്റ് ഈസ് എ ഗുഡ്. അപ്പം ഞാൻ നോക്കിയിരുന്ന വെച്ചാൽ 10 തൊട്ട് 20% വരെ ഗോൾഡ് വേണം. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇപ്പോൾ ആ ഫണ്ട് ഏകദേശം 56% ഒക്കെ കയറി നിൽക്കുന്നു. എന്നാൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ -1%, 2% നിൽക്കുന്നു. ഇതെനിക്ക് നേരത്തെ അറിയാൻ ഞാൻ 100% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കരുത്. ഇത് എനിക്കറിയാത്തതിൻ്റെ പേരിലല്ലേ കുറച്ച് പൈസ US ഫണ്ടിലും കുറച്ച് പൈസ ഗോൾഡിലും കുറച്ച് പൈസ സിൽവറിലും ഇങ്ങനെ മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ ബാലൻസ് ആയിട്ട്. അപ്പം ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ എൻ്റെ ഫോക്കസ് എന്താ, എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എപ്പോഴൊക്കെ പൈസ വേണമെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര രൂപ എത്ര റിസ്ക് എടുക്കാന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇപ്പുറത്തിരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോരോ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ആ പ്രൊഡക്റ്റുകളിൽ ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ആ നേച്ചറിൽ ഏതൊക്കെ ഗോളിനെ ഇത് വെക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് പിന്നെയും കുറച്ച് ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് ഇറ്റ്സ് ഈസി, ബെറ്റർ ദാൻ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും. ഇപ്പോൾ എനിക്കിപ്പോൾ സ്റ്റോക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ 5 സ്റ്റോക്ക് കൊടുത്തു വിചാരിക്കും. അപ്പോൾ പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കേണ്ട ചോദ്യം വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് നല്ല റിട്ടേൺ കിട്ടി, മറ്റേ സ്റ്റോക്ക് മോശം കിട്ടി, ആ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 5ഉം സെലക്ട് ചെയ്തത് മെത്തേഡൊന്നും തന്നെ. അപ്പൊ ഇതെനിക്ക് അറിയായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അറിയണം ഞാൻ ഒരെണ്ണത്തിലേ ഉള്ളൂ. ഇപ്പം ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മുടെ ഏറ്റവും അധികം ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് ഐ തിങ്ക് ജെൻഡർ വൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോട്ട് ബീങ് ബയസ്ഡ്, ബിക്കോസ് നമുക്ക് ഒരിക്കലും പൈസ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനിങ് നമ്മുടെ മനസ്സിലില്ല വളർന്നു വരുന്ന പ്രായത്തിൽ. ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫാദർ അവരെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള കണ്ടീഷനിങ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് കുട്ടിക്കാലം വന്ന്. അപ്പം നമ്മൾ ഫൈനലി നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടെങ്കിലും അത് ഒന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദറിനെ ഏൽപ്പിക്കുകയും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുകയാണ് സ്ത്രീകളുടെ പതിവ്. പക്ഷേ ഇപ്പോൾ പതുക്കെ ആ ട്രെൻഡ് മാറി വരുന്നുണ്ട്. വിമൻ ആർ ടേക്കിംഗ് ownership of their money and then learning how to handle money. But Nikhil, because you have a lot of female clients as well who are investing money, what are the concerns that you normally hear when it comes to women? എന്താണ് അവരുടെ കൺസേൺസ്, എന്തൊക്കെയാണ് സാധാരണ വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ എന്താണ്? ഹാവ് ബീൻ സർപ്രൈസ്ഡ് ബൈ എനിവൺ? എനിക്ക് സ്ത്രീകളുടെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റെസ്പെക്റ്റ് ആണ്. കാരണം വെച്ചാൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യം വെച്ചാൽ താങ്ക്സ് ടു വീഡിയോ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇവരൊക്കെ ചില ടൈമിൽ എന്നോട് പറയാറുണ്ട്, ഇവരൊക്കെ ഭക്ഷണം വെക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ കേൾക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ കേൾക്കും. അപ്പോൾ അവർ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവരുടെ ഹസ്ബൻഡ് ചെയ്യണേ നോക്കും. അപ്പോൾ ഇത് മാച്ച് ആവണില്ലെങ്കിൽ അവസാനം ഹസ്ബൻഡിനോട് പറയും ഇതൊക്കെ നിർത്തിയിട്ട് അങ്ങേരെന്ന് വിളിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർ ദേ ആർ വെരി മെച്യൂർഡ് ആൻഡ് ദേ ആർ വെരി ഫോക്കസ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഏറ്റവും കൂടുതൽ അലൈൻ ആയിട്ടുള്ളത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനോടെയാണ്. അല്ലെങ്കിൽ സ്ത്രീകൾ ഇൻവോൾവ് ആയെങ്കിൽ ഞാൻ എപ്പോഴും ആ ബ്യൂട്ടി കാണാറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സിത്താരയുടെ കേസ് തന്നെ പറയാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൈഫാണ്, എനിക്ക് ഒരേ ഒരു വൈഫുണ്ട്. ഞാൻ ഓഫീസിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണത് എല്ലാവരും പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് സിത്താര അന്ന് ഷീ വാസ് ഹാൻഡ്ലിങ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഷീ ഓൾസോ വാസ് ദെയർ പാർട്ട് ഓഫ് ദാറ്റ് സെഷൻ ട്രെയിനിങ്ങിൽ. അപ്പോൾ ഞങ്ങളപ്പോൾ ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ അങ്ങിടും ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാതെ
അപ്പോൾ സിത്താരയുടെ ഫിനാൻഷ്യൽ പ്ലാൻ എൻ്റെ ഓഫീസിലത്തെ ഒരുത്തരം ചെയ്തത്. അപ്പോൾ ഇവൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇത്ര രൂപ ഇങ്ങനെ സുമാനിയുടെ വിദ്യാഭ്യാസം, മോളുടെ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പൈസ എന്തോ ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് സുമാനയുടെ എഡ്യൂക്കേഷൻ വെച്ച കാശല്ലേ എടുക്കണമെന്ന്. അപ്പോൾ സോ ദ പോയിന്റ് ഈസ് നമ്മൾ ആ ഗോൾ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിതെല്ലാം പറയുമെങ്കിലും ചില ടൈമിൽ നമുക്ക് അതിബുദ്ധി തോന്നും. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും അതിൽ നിന്ന് എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കണവരുണ്ട്. പക്ഷേ ആ സ്ത്രീകൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വെക്കണമെന്ന് വെച്ചാൽ ദേ വോണ്ട് ടേക്ക് ദാറ്റ് മണി. ആൻഡ് ഈവൻ മെന്നിൻ്റെ കേസിൽ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയണം ഒന്ന് പൈസ ഒന്ന് റോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കും. ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. ഇതൊക്കെ ഒരു ഫ്രണ്ട്സ് വരുമ്പോൾ നമ്മളൊന്നും കണക്കാക്കില്ല. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വെക്കുമ്പോൾ ഐ ഹാവ് ടു പേ ടാക്സ്. സോ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറയാൻ പറ്റും ആ ടാക്സ് കൂടി കൊടുത്തിട്ട് ആ കാശ് നീ തരുന്നു. ഇപ്പോൾ തനിക്ക് പറയാൻ പറ്റും, നമ്മൾ പറയില്ല. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ആ പൈസ കൊടുക്കണമെങ്കിൽ ആക്ച്വലി വി ആർ മിസ്സിങ് ഔട്ട് സംതിങ്. അപ്പോൾ ഇവൻ അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ചിലപ്പോൾ വാങ്ങണ്ടാവില്ല. പക്ഷേ ഇഫ് യു ആർ കീപ്പിംഗ് ദാറ്റ് മണി ഇൻ FD യു ആർ ലൂസിങ് ദാറ്റ് ഓൾസോ. പക്ഷേ സ്ത്രീകളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ദേ ആർ സോ മെച്യൂർഡ്. അവർ ഈ കാര്യത്തിൽ അപ്പോൾ ഇവർ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ഈ പൈസ ഇതിനു വേണ്ടി വെച്ചേക്കണം, ഈ പൈസ എടുക്കില്ല, വേറെ പൈസ ഞാൻ കൊടുക്കാം. അപ്പോൾ അവർ ഒരിക്കലും ആ മറ്റേ ഇമ്പൾസീവായിട്ട് മറ്റേ അവരുടെ സീറ്റ് ബെൽറ്റ് പൊട്ടിച്ചിട്ട് അവർ വേറെ ആൾക്കാരെ രക്ഷിക്കാൻ പോയില്ല. സോ ദിസ് ഈസ് ഐ ഹാവ് സീൻ ദാറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈവൻ ഐ ഹാവ് സീൻ ദാറ്റ് ചില ടൈമിലൊക്കെ കൂടുതലും എനിക്ക് ഫാമിലി ഞങ്ങൾ മാനേജ് ചെയ്യണതൊക്കെ കുറേ വന്നേക്കണം വെച്ചാലും ചിലപ്പോൾ നല്ലൊരു ഭാഗം ആൾക്കാരും ചിലപ്പോൾ ഇനീഷ്യൽ ടൈമിൽ പുരുഷന്മാർ മാത്രമായിരിക്കും വന്നേക്കണത്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദേ വിൽ ഇൻവോൾവ് വൈഫ് ഓൾസോ. ആൻഡ് ഇപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ വൈഫാണത് മാനേജ് ചെയ്യണത്. സോ വൈഫ് ഡു ദ കോൺവെർസേഷൻ വിത്ത് അസ്. അപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് ദാറ്റ് വെരി ഗുഡ്. ആൻഡ് ഞാൻ തമാശയ്ക്ക് ചില ടൈമിൽ പറയാറുണ്ട് ഒരു ഹസ്ബൻഡും വൈഫും ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ചില വൈഫുമാർ ഫുൾ അങ്ങോട്ട് ഹസ്ബൻഡിനെ ഏൽപ്പിക്കും. ആൻഡ് ആ ഹസ്ബൻഡ് ലോയൽ അതിൻ്റെ പേരിൽ അവർക്ക് അതിൻ്റെ ഡേഞ്ചറും മനസ്സിലാവില്ല. ഈ ഡേഞ്ചർ എപ്പോഴാണ് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വിട വാങ്ങുക അങ്ങനത്തെ ഒക്കെ എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഷീ ഹാവ് ടു മാനേജ് എവറിത്തിങ് ആൻഡ് ഷീ വോണ്ട് ഹാവ് എനി ക്ലൂ. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഈ പറഞ്ഞ നിഖിൽ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ നിഫ്റ്റി, BSE, സെൻസെക്സ്, NSE എന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഐ നോ ഇറ്റ് ഈസ് വെരി ക്ലോസ്ലി ലിങ്ക് ടു ദിസ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ എക്സാക്ട്ലി വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്? ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞു അവർ 2 ലക്ഷം രൂപയ്ക്കായിട്ട് വാങ്ങിയ ലാൻഡാണ് ഇപ്പോൾ നമുക്ക് ഏബിൾ ടു സെൽ 2 crore കണ്ണൂർ എയർപോർട്ട് അടുത്ത്. ഓക്കെ, കഴിഞ്ഞ വർഷം -9% നിഫ്റ്റി ലെവലിൽ റിട്ടേൺ ഉള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ നോർമൽ തിങ്. അത് ഇക്വിറ്റി മാർക്കറ്റിൽ ഇറ്റ്സ് വെരി നോർമൽ. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇക്വിറ്റി മാർക്കറ്റ്. അപ്പോൾ ഇനി 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സ്ത്രീകളാണെങ്കിൽ ഒന്നും കൂടി കരുതണം. കാരണം വെച്ചാൽ അവരുടെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ 72 ആണ്. 72 ഉള്ളൂ. 80 വരെയൊക്കെ പോകുന്നു. അല്ല, അതൊരു ഡേഞ്ചറുണ്ട്.